ശരി, ഇനി കുതിരാനിലേക്ക് പോവുകയാണ്. അവിടെ ഒരു കാട്ടാന ആളുകൾക്ക് വനംവകുപ്പിനൊക്കെ തലവേദന സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അവിടെ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാൻ ഇറങ്ങി എന്നുള്ളതാണ് പുതിയ വാർത്ത. പ്രശ്നക്കാരനായ ഒറ്റയാനാണ് ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. ആനയെ നിരീക്ഷിക്കുന്ന സംഘം മേഖലയിൽ തുടരുന്നതിനിടയിലായിരുന്നു ആന എത്തിയത്. ഇതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഈ ആന വലിയ തലവേദന ഉണ്ടാക്കുകയാണ്. കുങ്കിയാനകളെ അടക്കം എത്തിച്ച് ആനയെ കാട് കയറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അത് നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് വനംവകുപ്പിന്റെ തീരുമാനം? ഈ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിന് പുറമെ ആനയെ തുരത്താനുള്ള മാർഗങ്ങളൊന്നും അവലംബിച്ചിട്ടില്ലേ? ഇന്നലെ വൈകിട്ടോടുകൂടി വനമന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥലത്തെത്തി പ്രദേശവാസികളൊക്കെ സന്ദർശിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച അവിടെ നടന്നിട്ടുള്ള കാട്ടാനാക്രമണം നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് മന്ത്രി ഇന്നലെ സ്ഥലത്തെത്തുകയും നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത്. പക്ഷേ കാട്ടാന പ്രദേശത്ത് വിലസുന്നത് തുടരുകയാണ്. ഇന്നലെ രാത്രിയും പ്രദേശത്തെത്തി. സാധാരണ ഉണ്ടാക്കുന്ന പോലെ അക്രമ സംഭവങ്ങളൊന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ കാട്ടാൻ ഇപ്പോഴും പ്രദേശത്തുള്ളത് വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. AI ക്യാമറകൾ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിട്ടുണ്ട്. വയനാട് നിന്നുള്ള പ്രത്യേക സംഘം വന്ന് ആനയെ തുരത്താനുള്ള ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിലാണ് AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആനയെ കാട്ടിലേക്ക് തുരത്തിയതിന് ശേഷം ശക്തമായ രീതിയിൽ ഫെൻസിംഗ് ആണ് പദ്ധതി ഇട്ടിട്ടുള്ളത്. ഈ പദ്ധതി നടക്കുന്നില്ലെങ്കിൽ മാത്രമാണ് മയക്കുവെടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വനം മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയതാണ്. എന്തായാലും പ്രദേശത്ത് ഇന്നലെയും കാട്ടാന വന്നു. അതോടുകൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിർദ്ദേശം നൽകുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പറഞ്ഞാണ്. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്ന് പറയുന്നു. വനം വകുപ്പ് ആവട്ടെ നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. നടപടി വൈകാതെ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ജില്ലയിൽ പല ഭാഗങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. ഒരറ്റത്ത് അതിരപ്പള്ളി ഭാഗത്ത് കബാലി വിലസുന്നു. വിനോദസഞ്ചാരികളൊക്കെ തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ പെടുന്നു. മറുഭാഗത്ത് ചേലക്കരയിൽ ഉൾപ്പെടെ കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. കുതിരാനിലാണ് അല്പകാലം ഇല്ലാതിരുന്നത്. ഇപ്പോൾ കുതിരാൻ തുരങ്കത്തിന് സമീപമുള്ള പഴയ NH പാലക്കാട് റൂട്ടിലും ഇത്തരത്തിൽ ആന വിലസുകയാണ്. അത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ജില്ലയിലെ പല ഭാഗങ്ങളിലെ ജനങ്ങൾക്കും സൃഷ്ടിച്ചിട്ടുണ്ട്. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.